കൈപ്പൻസിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവരിപ്പോ ഈ മാസം 19-ാം തീയതി തിരിച്ചു പോവല്ലേ? തിരിച്ചു പോകും. അതിന് മുമ്പ് നമ്മൾ ഓടിച്ചിട്ട് പിടിച്ചതാ. എനിക്ക് അല്ല, ഞാൻ അറിയത്തില്ല കേട്ടോ. വേണ്ടിയിരുന്നില്ല. എന്തായിരിക്കും എന്റെ റിയാക്ഷൻ? കുടിച്ചിട്ട് അഭിപ്രായം എന്നോടൊന്നും തോന്നുന്നു. ചിലവർ ഇങ്ങനെ കമന്റ് അയക്കും, സ്വന്തം മോളെ പോലെ തോന്നാറുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ ഒരാളെ പോലെ നിങ്ങളെ തോന്നാറുണ്ട്. ശുംഭുവിന് ഭയങ്കര ഇഷ്ടമാ എന്ന് പറഞ്ഞ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് തോന്നുന്നുണ്ട്, കുഞ്ഞു പിള്ളേർക്ക്. പക്ഷെ അവനെ വീഡിയോയിലൊന്നും കിട്ടത്തില്ല. ഇങ്ങനെ നടക്കും. കല്യാണം കഴിഞ്ഞ ആ ഒരിടയ്ക്കൊക്കെ എപ്പോഴും കൂട്ടുകാരുടെ കൂടെ ഒക്കെ ഞാൻ പറയുമായിരുന്നു. അന്നേരം നമുക്ക് അത്രയും പക്വതയില്ല. ക്യൂട്ട്നെസ് ഒക്കെ കാണിക്കുമ്പോഴും നിങ്ങൾ അടികൂടുന്നൊന്നും കാണിക്കുന്നില്ലല്ലോ, അതെന്താ അങ്ങനെ? നമ്മളെപ്പോഴും പോസിറ്റീവ് കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. നെഗറ്റീവ് നമ്മൾ സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമില്ല. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? ലവ് മാരേജ് ആയിരുന്നു. എന്റെ സീനിയർ ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്നത്. ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു, ഒരു അലമ്പായിരുന്നു, ടെററായിരുന്നു. എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. 4th ആനിവേഴ്സറിക്കാണെന്ന് തോന്നുന്നു മുടി തുടച്ചു കൊടുക്കുന്നത്, കുളിച്ചിട്ട് വന്നിട്ട്. അതൊക്കെ ഒത്തിരി പഴയതാ. അതെ, പക്ഷെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. അതിനകത്തൊരു ക്യൂട്ട്നെസ് ഉണ്ട്. എന്താണെന്നറിയോ, രാജേഷിന് ശരിക്കും അത് ചെയ്യാൻ അറിയില്ല. എന്തോ ഒരു ഓണപരിപാടിക്ക് ഡ്രസ് ചേഞ്ച് ചെയ്തു. നമുക്ക് ബ്ലൗസ് ഇട്ടിട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ തുടച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ തുടച്ചു തന്നു തന്നു. അത് തന്നെ പ്രൊമോഷൻ അതിന്റെ കല്യാണം മുടക്കി. അല്ല, ഒരു പ്രാവശ്യം പെയിൻ വന്നിട്ടല്ലേ പോയത്? 6 പ്രാവശ്യം പെയിൻ വന്നിട്ടോ? പെയിൻ വന്നിട്ടുണ്ടല്ലോ. ഒരു പ്രാവശ്യം എനിക്കൊന്നും ബ്ലീഡിങ് ആയിട്ടും പോയി. എന്നിട്ട് ജസ്റ്റ് അഡ്മിറ്റ് ചെയ്തു. അവർ ഒബ്സർവ് ചെയ്യും, കുഞ്ഞിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, നമ്മൾ ഓക്കെ ആണ്. അവിടെ വെച്ച് വീട്ടിൽ പറഞ്ഞു വിടും. എന്തായിരുന്നു ശരിക്കും അപ്പൊ അവസ്ഥ? ഓടിച്ചിട്ട് അടിക്കാൻ തോന്നിയോ? വർഷങ്ങളായിട്ട് ഞാൻ പുറകെ നടക്കുന്നത്, ഞാൻ മൂക്ക് കുത്തിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. മമ്മിയെ സമ്മതിക്കത്തില്ല, ഇച്ചു സമ്മതിക്കത്തില്ല. അത് കഴിഞ്ഞ ഒരു ദിവസം ലീവിന് വന്നപ്പോ ഇച്ച കാത് കുത്തിട്ട് വന്നു. ഇച്ചയെന്നാണോ ഇച്ചു എന്നാണോ വിളിക്കുന്നത്? ഇച്ചായ എന്നുള്ളതിന്റെ ഷോർട്ടിൽ ഞാൻ ഇച്ചു എന്ന് വിളിക്കും, ഇച്ചാന്നും വിളിക്കും. എന്നെ ഹെയർ വാഷ് ചെയ്യാൻ പോയി. ഹെയർ വാഷ് ചെയ്യാൻ പോയപ്പോ അവൻ വിചാരിച്ച എന്നെ അകത്ത് പോയി കുളിക്കാൻ പോയാ. എന്നോട് പറഞ്ഞു, മമ്മി ഡാഡി ആ ഒരു ആന്റിയുടെ കൂടെ കുളിക്കാൻ പോയാ. കൈപ്പൻസിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവരിപ്പോ ഈ മാസം 19-ാം തീയതി തിരിച്ചു പോവല്ലേ? തിരിച്ചു പോകും. അതിന് മുമ്പ് നമ്മൾ ഓടിച്ചിട്ട് പിടിച്ചതാ. അപ്പോൾ UK-യിൽ ഇവർ ഉണ്ടാക്കിയ കുറെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ കേരളത്തിൽ വന്ന് ചെയ്തപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര റീച്ച്. ഇപ്പൊ ഇവർ വന്നിറങ്ങിയതിന് ശേഷം നിങ്ങളുടെ വീഡിയോസിന് ഭയങ്കര ഒരു ഹൈപ്പ് കിട്ടിയിട്ടുണ്ട്. ആൾക്കാർക്ക് ഒത്തിരി പ്രതീക്ഷ കാണുമല്ലോ, നമ്മുടെ നാട് എന്താണെന്നുള്ളത്, വീട് എന്താണെന്നുള്ളത്, വീട്ടുകാരെന്താണെന്നുള്ളത്. അത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കാണുന്നത്. നമ്മുടെ കൂടുതൽ എനിക്ക് തോന്നുന്നു ഫാമിലീസാ കാണുന്നത്. നാട്ടിലുള്ളവരും പുറത്ത് താമസിക്കുന്ന മലയാളി ഫാമിലീസാ കാണുന്നത്. ഇന്നും ഇടുന്നു, അത്യാവശ്യം എല്ലാവരും തന്നെ കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാജേഷ് ഞാനും കൂടെ ഈ വീഡിയോയുടെ റീച്ചിന്റെ കാരണം അന്വേഷിക്കായിരുന്നു. സത്യത്തിൽ പിടികിട്ടിയിട്ടില്ല. എന്താ ശരിക്കും ഈ വീഡിയോയുടെ റീച്ചിന്റെ കാരണം? നോർമൽ ടോക്ക്. നമ്മളിപ്പോ സംസാരിക്കുന്നു, ഞാൻ ചേട്ടൻ സംസാരിക്കുന്നു, അതില് നോർമൽ ടോക്കിൽ അതെന്തൊരു തമാശ അല്ലെങ്കിൽ അതിൽ ചേട്ടൻ ചിരിക്കുന്ന അല്ല ഞാൻ ചിരിക്കുന്ന ഒരു കണ്ടന്റ് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്യും. ഞങ്ങൾ രണ്ടും സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും വരും. ശരിക്കും നമ്മൾ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന കാര്യങ്ങളാ. അപ്പൊ നല്ല ഭംഗി തോന്നുന്നു. ഇല്ല, അന്നേരം നമ്മൾ അതൊന്നുകൂടെ റീടേക്ക് ചെയ്യും. അത് തന്നെ ആദ്യത്തിന്റെ അത്രയും വരത്തില്ലെങ്കിലും നമ്മൾ അതുപോലെ ആക്കി എടുക്കാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നമ്മൾ അത് ഒന്നുകൂടെ റീടേക്ക് ചെയ്യും. നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഫുള്ള്. പക്ഷെ നമ്മൾ കാണുമ്പോൾ കറക്റ്റ് ലൈവ് പോലെയാണ് തോന്നുന്നത്. ഒരുപാട് ഗ്യാപ്പ് നമ്മൾ കൊടുക്കാറ്. അപ്പൊ തന്നെ എടുക്കും. അതാണ് നമ്മൾ വീട്ടിൽ നിൽക്കുന്ന കോലത്തിലായിരിക്കും. അത് കോസ്റ്റ്യൂം മാറി. അത് മോശമായി. നിങ്ങൾ ഇത്ര ഗെറ്റപ്പോടെ വരുമ്പോ ഞങ്ങൾ ഒരു ഗെറ്റപ്പും ഇല്ലല്ലോ. ഞങ്ങൾ വെറുതെ ഇങ്ങ് പോരുമായിരുന്നില്ലേ? അപ്പൊ നിങ്ങൾ ഗെറ്റപ്പിൽ നിൽക്കുമ്പോഴത്തേക്ക് അയ്യോ ഇതല്ല, എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ അടുക്കളയിലൊക്കെ നിൽക്കുന്നില്ലേ, കുക്ക് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും ഓരോ പരിപാടിയായിട്ട് നിൽക്കുന്നില്ലേ? അതേപോലത്തെ അഞ്ജുനെയും രാജേഷിനെയും കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് താല്പര്യം. കൈപ്പൻസ് എന്ന് പറഞ്ഞാൽ അതാണ് ഐഡന്റിറ്റി. സാധാരണ എവിടെ കുഞ്ഞുമണിയും വല്യമണിയും ഒക്കെ എവിടെ? അല്ലല്ല, അതിന് മുമ്പ് കുറച്ച് പേരൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഫ്രണ്ട്സ് ആണല്ലേ? തിരുവനന്തപുരം വിളിക്കുന്നതാണ്. ഇങ്ങോട്ട് വരുമോ? ഈ മനുഷ്യൻ നാണത്തോടു കൂടി പോകുന്നുണ്ടോ? ഇവരൊക്കെ ഇവിടെ തന്നെയുള്ള കസിൻസും കൂടെ. നമ്മൾ എവിടെ പോയാലും എന്തെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഇവരുണ്ടാവും. അതാണ്, നിങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാവരും വന്ന് കൂടിയിരിക്കുന്ന ഭയങ്കര രസമുള്ള ഒരു പരിപാടിയല്ലേ? ഞങ്ങളിവിടെ ഉണ്ടെങ്കിൽ ഇവരാരെയൊക്കെ എപ്പോഴും ഉണ്ടാവും ഇവിടെ. ഈ വലുതിന്റെ പേരെന്തായിരുന്നു? മൂത്തവന്റെ പേര് റൂബേൻ. നമ്മള് ശുംഭൂന്ന് വിളിക്കും.
കുഞ്ഞുമണി ശുങ്കു ശുങ്കൂന്ന് ശുങ്കൂന്ന് വിളിക്കുക. അതാണ് കറക്റ്റ് മനസ്സിലായില്ല. ഞാൻ ഇവിടെ എല്ലാരും അവനെ ജിംബ്രു എന്നൊക്കെ വിളിക്കുക. ഇച്ചു ആണ് ശുങ്കൂന്ന് വിളിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ അവൻ പറയും എന്നെ ശുങ്കൂന്ന് വിളിച്ചാൽ മതി എന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടും വിളിച്ചിപ്പോ എല്ലാരും ശുങ്കുവായി. കുഞ്ഞുമണി എന്ന് കഴിഞ്ഞപ്പോ കുഞ്ഞുമണി എന്ന് വിളിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹത്തിൽ അവനെ വെല്ലുമണി എന്ന് ചുമ്മാ വിളിക്കുന്നയാ. ഉറക്കമാണ്. മമ്മിക്കൊന്നും വലിയ പരിചയമില്ല കേട്ടോ. ഇപ്പൊ എത്രയായി? 4 മാസം. 4 മാസമായി. കറക്റ്റ് 4 മാസമായി. ഇത് ബർത്ത് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നല്ലതായിട്ട് റീച്ച് ഔട്ട് ആയിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും പോയിട്ട് 6 പ്രാവശ്യം പോയി വീണ്ടും തിരിച്ചു വന്നിട്ട് അവിടെ അങ്ങനെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അവിടെ ഇവിടുത്തെ ഒരു സിസ്റ്റത്തിൽ അവിടെ പോയി നമുക്ക് പെട്ടെന്ന് ഡെലിവറി ആയിട്ട് വീട്ടിൽ വരാൻ പറ്റത്തില്ല. അവര് ആ ഒരു വീക്ക് കൊണ്ട് ആ ഒരു ടൈം കൊണ്ട് കംപ്ലീറ്റ് ആവാതെ അവരൊന്നും ചെയ്യത്തില്ല. ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ചെയ്യും. നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞിനും അമ്മയ്ക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. അല്ലാതെ ചെയ്തില്ല. പെയിൻ ഉണ്ടെന്ന് പറഞ്ഞ് ചെയ്യോ അങ്ങനെ. ഒരു പ്രാവശ്യം പെയിൻ വന്നിട്ടല്ലേ പോയത്? 6 പ്രാവശ്യം പെയിൻ വന്നിട്ട് ഒരു പ്രാവശ്യം എനിക്ക് തോന്നുന്നു ബ്ലീഡിംഗ് ആയിട്ടും പോയി. എന്നിട്ട് ജസ്റ്റ് അഡ്മിറ്റ് ചെയ്തു. അവർ ഒബ്സർവ് ചെയ്യും കുഞ്ഞിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, നമ്മൾ ഓക്കെ ആണ്. അവിടെ വെച്ച് വീട്ടിൽ പറഞ്ഞു വിടും. വീണ്ടും വീട്ടിൽ വന്നു ചൂടുവെള്ളത്തിൽ കുളിക്ക്, പാരസെറ്റാമോൾ കഴിക്ക് എന്ന് പറഞ്ഞിട്ട് വിടും. നിങ്ങൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴത്തേക്കും ഇത് നമ്മള് വിചാരിക്കുന്നുണ്ടോ ഞങ്ങള് പ്രതീക്ഷയോടെ പോകുന്നത്. പക്ഷെ നടന്നില്ല. അവസാനം എല്ലാം ഭംഗിയായിട്ട് നടന്നല്ലോ. ശുങ്കു ഇങ്ങ് വന്നേ, ചോദിക്കട്ടെ നിന്റെ ശരിക്കുള്ള പേര് പറഞ്ഞേ. എനിക്കറിയില്ല. രൂപൻ പേര്, പക്ഷെ വിളിക്കുന്ന കേട്ടിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ക്യാമറ കാണട്ടെ നിന്നെ. എന്താണ് ആണോ? ശുങ്കുവിന് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ കാണാൻ വേണ്ടി ചോദിക്കുന്നതാ. ശുങ്കു പുതിയ വാവ വരുന്നതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാ നീ ഒരുക്കങ്ങൾ നടത്തിയ പറഞ്ഞേ കേക്കട്ടെ. എല്ലാവരും മിങ്കിൾ ആവാനല്ലേ. പക്ഷേ സ്ഥിരം വീഡിയോയിൽ വരുന്ന ആളാണല്ലോ, എന്നിട്ട് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? ഫാമിലി ആവുമ്പോഴത്തേക്ക് പുതിയൊരാളെ കാണുമ്പോൾ കുറച്ച് ടൈം എടുക്കും. പിള്ളേർക്കും അങ്ങനെ ആണെന്ന് തോന്നുന്നു. ചില പിള്ളേർ പെട്ടെന്ന് എടുക്കും. ഇവ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇടിയായി അടിയായി പിന്നെ പിള്ളേരുടെ നോർമൽ. ഈ വീട് വെച്ചതിന്റെ വ്ലോഗും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതും അത്യാവശ്യം എല്ലാവരും സ്വീകരിച്ചതാണ്. നിങ്ങളെ ചെറിയ ചെറിയ മൊമെന്റ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കുക്കിംഗ് ഇടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോ എന്തായാലും പുതിയ ഒരു സാധനം കാണൂലോ നമ്മള്. അപ്പൊ അത് പരീക്ഷിക്കണം എന്ന് ആഗ്രഹം. കുക്ക് ചെയ്യാൻ ഇഷ്ടമാ, അതുകൊണ്ട് ഓരോന്നിങ്ങനെ ഇരുന്ന് പരീക്ഷിക്കും. പിന്നെ ഇവർ രണ്ടുപേരും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും. എന്തെങ്കിലും കുക്ക്, അവന് ഭയങ്കര ഇഷ്ടം എന്തെങ്കിലും കുക്ക് ചെയ്ത് കൊടുത്താ. അപ്പൊ അവന് കൊടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓരോന്ന് പരീക്ഷിക്കും. പൊതിച്ചോറ് അവൻ കഴിക്കാൻ എടുക്കുന്നത് വരെ ഞാൻ വീഡിയോ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ പൊതിച്ചോറ് കഴിച്ചിട്ട് അവൻ എന്താ അഭിപ്രായം പറഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടമാ. അല്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല വേണ്ടാന്ന് പറയും. പക്ഷെ പൊതുവെ ഉണ്ടാക്കി കൊടുക്കണേ എല്ലാം തന്നെ കഴിക്കും. ചോറും കറികളൊന്നും വലിയ താല്പര്യം ഇല്ലെന്നേ ഉള്ളൂ. ബാക്കി എന്തും ഉണ്ടാക്കി കൊടുത്താൽ ആള് ഹാപ്പിയാ. എന്നിട്ട് അമ്മ അവിടെ പോയിട്ട് എങ്ങനെയുണ്ട്, ആ നാടൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? യുകെയിൽ പോയിട്ടുള്ള അനുഭവം പറയൂ. ഒറ്റ ബാക്കി പറഞ്ഞാൽ പറ്റില്ല. തണുപ്പൊക്കെ അത്ര അങ്ങോട്ട് ഇതാവുന്നില്ല, എന്നാലും പിടിച്ചു നിന്നു. അമ്മ വന്ന സമയം ഡെലിവറി സമയത്തായതുകൊണ്ട് കൂടുതൽ സമയം വീടിന്റെ അകത്ത് തന്നെ ആയിരുന്നല്ലോ, പുറത്തും നമ്മൾ പോകുന്നില്ല. അപ്പൊ ചൂടായ സമയത്താണ് നമ്മൾ പുറത്തൊക്കെ, കുഞ്ഞിന്റെ 1 മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങാൻ തുടങ്ങി. അതുകൊണ്ട് മമ്മിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായില്ല. ഇനിയിപ്പോ വരുമ്പോഴായിരിക്കും മമ്മിക്ക് പ്രശ്നം വരുന്നത്. കാരണം തണുപ്പ് നാട്ടിൽ നിന്ന് വരുമ്പോ പ്രായമായ ആൾക്കാർക്ക് ഭയങ്കര നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഇസ്രായേലിലായിരിക്കുന്ന സമയത്തല്ലേ രണ്ടുപേരും, ഒരാൾ സൗദിയിൽ നിന്ന് വന്നിട്ട് ഒരാൾ ഇസ്രായേലിൽ നിന്ന് വന്നിട്ട് അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുള്ളായിരുന്നു. രാത്രി എന്താ ശരിക്കും ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നതല്ലേ? അറിഞ്ഞില്ലല്ലോ. അപ്പൊ എന്താ തോന്നിയ? 2 തല്ലു കൊടുക്കാൻ തോന്നിയാ? അതെ. എന്തായിരുന്നു ശരിക്കും അപ്പൊ അവസ്ഥ? ഓടിച്ചിട്ട് അടിക്കാൻ തോന്നിയോ? എല്ലാവരും ഒരുമിച്ച് കാണുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ. ഈ ശരിക്കും മൂക്കൂത്തിയെ കുറിച്ച് ഞാൻ ആദ്യം ചോദിച്ച പോലെ, ഈ മൂക്കൂത്താൻ ശരിക്കും സർപ്രൈസ്ഡ് ആയിട്ട് അവിടെ ഇറക്കിയെങ്കിലും അതിന് ശേഷം സമ്മതിച്ചല്ലോ. പിന്നെ എന്തിനാ വഴക്കുണ്ടാക്കി അവസാനം? അല്ല, മൂക്ക് കുത്തി കഴിഞ്ഞ ഭയങ്കര വേദന, ഞാൻ കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാരും കൂടെ എന്നെ കളിയാക്കാൻ തുടങ്ങി. ഓ, കളിയാക്കിയതാണ് പ്രശ്നം. ഞാൻ വിചാരിച്ചു വർഷങ്ങളായിട്ട് ഞാൻ പുറകെ നടക്കുന്നത്, ഞാൻ മൂക്ക് കുത്തിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു
മമ്മിയെ സമ്മതിക്കത്തില്ല, ഇച്ചു സമ്മതിക്കത്തില്ല. അത് കഴിഞ്ഞ ഒരു ദിവസം ലീവിന് വന്നപ്പോ ഇച്ച കാത് കുത്തിട്ട് വന്നു. ഇച്ചയെന്നാണോ ഇച്ചു എന്നാണോ വിളിക്കുന്നത്? ഇച്ചായ എന്നുള്ളതിന്റെ ഷോർട്ടിൽ ഞാൻ ഇച്ചു എന്ന് വിളിക്കും, ഇച്ചാന്ന് വിളിക്കും. ഇച്ചു എന്നാണ് ഞാൻ കേട്ടത്. ഇച്ചു അല്ലെങ്കിൽ ഇച്ചാന്ന് വിളിക്കും. വിളിക്കുമ്പോ ഇച്ചാന്ന് പറയും, വിളിക്കും പറയുമ്പോ ഇച്ചു എന്ന് പറയും. ഇപ്പൊ വന്നു ഇടയ്ക്ക് ഡാഡിയായി. അപ്പൊ അതിന്റെ ബാക്കി മൂക്കുത്തി. അപ്പൊ അങ്ങനെ ഒരു ദിവസം എന്നെ കടയിൽ ഹോസ്പിറ്റലിൽ എന്തോ പോയിട്ട് വന്നപ്പോ കുത്തിയേക്കാന്ന് പറഞ്ഞു കൊണ്ടുപോയതാ. കുത്തി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് വേണ്ട, പിന്നെ നിർബന്ധിച്ച് കുത്തിച്ചു. പക്ഷെ വേദനിച്ചു, നല്ല വേദനിച്ച് ഞാൻ കരഞ്ഞു. വേദനിച്ചപ്പോ കളിയാക്കിയത് കൊണ്ടാണ് ഫീൽ അടിച്ചത്. ഫീലിങ്സ് കളിക്കില്ലേ ഒരു. അതെ അതെ, ഞാൻ അപ്പം പറഞ്ഞു വാൺ ചെയ്തു. അതാ എനിക്ക് ഇഷ്ടപ്പെട്ട പഞ്ച് ഡയലോഗ്, എന്റെ ഫീലിങ്സ് വെച്ച് കളിക്കല്ലേ. അപ്പം മതിയേക്ക് പോയി ഭയം അളിയൻ അപ്പൊ തന്നെ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിൽ ആരാണ് പവർഫുൾ ആയിട്ടുള്ള ആള്. പക്ഷെ മതിയാക്കി പോയി. ഫെയർ ആയിട്ടാണ് അത് കാണിച്ചതുമില്ല, ബാക്കിയൊന്നും കാണിച്ചില്ല. ആ ഡയലോഗ് പറഞ്ഞു മതിയാക്കി. ഇത് കൂടുതൽ കാണിക്കുന്നത് മോശമാണെന്ന് മനസ്സിലാക്കി. അത് എന്തോ ഒരു സാധനം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത്. ഞാനൊരു വീഡിയോയിൽ കണ്ടത് ഈ ഇറച്ചി പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു കറുപ്പിച്ച് ബീഫ് കറുപ്പിക്കുന്നില്ലേ, അതിന് പേരെന്താ? ബീഫ് കറുപ്പിച്ച് ഡ്രൈ ഫ്രൈ ചെയ്യുന്നത്. അത് പക്ഷെ നല്ലോണം ഡ്രൈ ആയി വരുമ്പോ കറുത്ത് വരും. അപ്പൊ നിങ്ങൾ കൊടുത്തിരുന്ന ടൈറ്റിൽ എന്നെ ബീഫ് കറുപ്പിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ ഒരു ഡിഷ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളത് കൊറേ നേരം വരട്ടി വരുമ്പോ ഓ അങ്ങനെ ആഗ്രഹപ്രകാരം ഒരു ഫ്രണ്ട് വന്നപ്പോ അവളാ എനിക്ക് ഉണ്ടാക്കി തന്നത്. ആ ടൈമിൽ നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ആരെങ്കിലും ഉണ്ടാക്കി തരുവാണെങ്കിൽ അത് പറയുന്നുണ്ട് ഭയങ്കര എന്താ പറയാ, ഭയങ്കര സന്തോഷമാ. മമ്മി ഉണ്ടായില്ലല്ലോ അന്നേരം, അത്യാവശ്യം പറഞ്ഞതൊക്കെ ഉണ്ടാക്കി തന്നു. അല്ല നമ്മൾ ഇവിടെ ആണെങ്കിൽ കുറെ ഈ പ്രസവരക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ UK ശരിക്കും എന്തൊക്കെയായിരുന്നു അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ? ഇവിടെ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണോ ചെയ്തത്? ഇല്ല, മമ്മി വന്നു കഴിഞ്ഞപ്പോ മമ്മി ഉണ്ടായല്ലോ ആ ടൈമിൽ. അപ്പൊ മമ്മി കുറച്ച് മരുന്നൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു. പിന്നെ മറ്റേ നമ്മുടെ വേത് കുളിക്കുക ആ പരിപാടി, അതിനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ആയിട്ടാ മമ്മി വന്നത്. ഫുള്ള് സെറ്റ് ആയിട്ടാ മമ്മി വന്നേ. അപ്പൊ UK അങ്ങനെയാണ് ചെയ്തത് സുഹൃത്തുക്കളെ. നമ്മള് മാത്രമല്ല, പൊതുവെ മലയാളീസ് എല്ലാം അങ്ങനെയാ ചെയ്യുന്നത്. ഓ അങ്ങനെ തന്നെയാണ്. അല്ലാതെ നമ്മൾ അവിടെയൊക്കെ പോകുമ്പോ അതൊരു മോഡേൺ ആയിട്ടുള്ള രാജ്യമല്ലേ, അപ്പൊ അവിടുത്തെ ഫോളോ ചെയ്യാം. അവിടുത്തെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത്. എന്നാലും നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കുകയും മറ്റേ ആ സാധനങ്ങൾ ചെയ്യാറുണ്ട്. മിക്ക ഫ്രണ്ട്സ് ചെയ്യാറുണ്ട്, ചെയ്യാത്തവരും കാണും. അപ്പൊ ഡോക്ടറൊക്കെ എന്തായിരിക്കും? അവരൊന്നും ഇതാക്കിയൊന്നുമില്ല, നമ്മള് നമ്മുടേതായ രീതിയിൽ ചെയ്തു, അത്ര മാത്രം. അവിടെ അവരൊന്നും പറഞ്ഞില്ല. 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുന്നേറ്റ് എല്ലാരും പുറത്തു പോകുന്നു. അവിടെ ഒക്കെ അങ്ങനെയാ. നമ്മളെ പോലെ കിടക്കണം 9 മാസം വരെ ലീവ് കിട്ടും. എനിക്ക് നമ്മുടെ ചേട്ടന്റെ അമേരിക്കയിലുണ്ട്, ഫാമിലീസ് ഒക്കെ അവിടെയാണ്. അന്നേരം അവിടെ 1 മാസമേ ഉള്ളൂ. 1 മാസം കഴിഞ്ഞ് ജോലിക്ക് പോവാണ്. ഈ പറയുന്ന ചിലര് പറയും 56 ദിവസം നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കണം, പുറത്തിറങ്ങരുത്. അത് പുറം രാജ്യങ്ങളിൽ നടക്കത്തില്ല. നമ്മുടെ വീടിക്കകത്ത് ചിലതിനകത്ത് കമന്റൊക്കെ നമ്മൾ പുറത്ത് വെയിൽ കൊള്ളാൻ ഇറങ്ങുകയാണ്, ഇപ്പോഴും പുറത്തിറങ്ങരുത്, കൊച്ചിനെ പുറം കാണിക്കരുത്, അങ്ങനെ പറയാറുണ്ട്. പക്ഷെ നമ്മളൊരു രാജ്യത്ത് പോകുമ്പോൾ ആ രാജ്യത്ത് എന്താണോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവശ്യത്തിനനുസരിച്ച് ജീവിക്കുക, അത്രേ ഉള്ളൂ. ഇസ്രായേലിലെ വീഡിയോസിൽ സന്തോഷ് ജോർജ് കുളങ്ങരെ പോലെ പല സ്ഥലത്ത് പോയിട്ട് സന്തോഷ് ജോർജ് കുളങ്ങര കാണിച്ച വാഴക്കൃഷി ഇത് അങ്ങനെയാണോ എന്ന് ഞാൻ പരിശോധിക്കുകയാണോ. വീഡിയോ ആ വാഴത്തോട്ടത്തിൽ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ പരിശോധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോവുക. അതിൽ ചിലതിലൊക്കെ ഉണ്ടല്ലോ, നറേറ്റ് ചെയ്യുമ്പോൾ പുള്ളിയുടെ നറേറ്റർ പറയും പോലെ പറയാൻ ശ്രമിക്കുക. ഒരു ഇൻസ്പിറേഷൻ ആണല്ലേ. ചിലതൊക്കെ നമ്മൾ കോപ്പി ചെയ്യാറുണ്ട്. അല്ല, സന്തോഷ് ചേട്ടൻ ഒരു ഇൻസ്പിറേഷൻ ആണ് ഇത്തരം വീഡിയോസിന്റെ. സന്തോഷ് ചേട്ടൻ അങ്ങനെ കുറച്ച് വ്ളോഗർമാര് നമ്മളിത് ചെയ്യുമ്പോൾ അത് കൊള്ളാം, അങ്ങനെ ഒരു കണ്ടന്റ്, അതിന് കുഴപ്പമില്ല, ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. നമുക്ക് അതിന്റെ എന്തെങ്കിലും ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു പോസിറ്റീവ് എനർജി കിട്ടുമെന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. കുറെ സമയമായിട്ട് നിൽക്കുന്നുണ്ട്, ഇരുന്ന് സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ കൈപ്പൻസ് വ്ളോഗിലെ ഫുൾ ടീമിനെ ഇപ്പോഴാണ് നമുക്ക് കിട്ടിയത്. ഹായ് ഹായ് പറയൂ, ഫുൾ ടീം ഹായ് പറയൂ. ഇപ്പൊ ഉറപ്പ് എണീച്ചതേ ഉള്ളൂ. ഇവിടെ എന്താ നടക്കണേ വല്ലതും അറിയുന്നുണ്ടോ? വല്ലതും അറിയണുണ്ടോ? ഇന്റർവ്യൂലാണ് ഇരിക്കണേന്ന് അറിയാവോ? ഇന്റർവ്യൂ ആണത്. ആ കൊള്ളാന്ന്, ഇന്റർവ്യൂ ആണ്. ഈ സെറ്റപ്പ് കൊള്ളാന്ന്. കുഞ്ഞുമണിക്ക് ഇഷ്ടപ്പെട്ടു. കുഞ്ഞുമണി നോക്കുമ്പോ ഫ്രണ്ടില് ലൈറ്റ്. അതെ അതെ അതെ, അതാണ് രസമുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലൈഫിന്റെ ശരിക്കുള്ള ഭാവം തന്നെ കാണിക്കുന്നോണ്ടായിരിക്കും അല്ലേ കൂടുതൽ പേർക്ക് ഇഷ്ടപ്പെടുന്നത്. അത് ഞാൻ പറഞ്ഞേ,
നമ്മുടെ ഡിസ്കഷനിൽ ഇടയ്ക്ക് നടക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും നമ്മുടെ കണ്ടന്റുകൾ. അത്രയും ലൈറ്റ് ആയിട്ടുള്ള സാധനം മതി, അത്ര മതി. നമ്മുടെ ഒരു സ്പാർക്ക് മതിയല്ലോ. അതെ 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 ആ ഒരു എനിക്ക് തോന്നുന്നു എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കോമൺ ലൈഫാണല്ലോ കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ അവിടെ അതിന്റെ ഒരു പ്രത്യേകത ഉണ്ടാവും അല്ലേ? അവിടെ അതിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ പ്രത്യേകത അവിടെ ഉണ്ട്. നമ്മളെ അവിടുത്തെ ഒരു രാജ്യത്തിന്റെ ഒരു ആ ഒരു രീതിയിലാണ് നമ്മൾ അവിടെ ജീവിക്കുന്നത്. ഇനി അയാൾ പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് ബാക്കി സംസാരിക്കണം. ഒരാള് ഹലോ, ഒച്ച ഉണ്ടാക്കരുത് പ്ലീസ്. നോക്കുക ക്യാമറ തന്നെ. എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ പഠിപ്പിക്കാൻ താൻ ആരുവേ ചോദിക്ക്. ശരിക്കും നിങ്ങൾ വെഡിങ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഒരു വീഡിയോ 4th ആനിവേഴ്സറിക്കാണെന്ന് തോന്നുന്നു മുടി തുടച്ചു കൊടുക്കുന്ന കുളിച്ചിട്ട് വന്നിട്ട്. ഒത്തിരി പഴയതാ. അതെ, പക്ഷെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. കാരണം അതിനകത്തൊരു ക്യൂട്ട്നെസ് ഉണ്ട്. എന്താണെന്നറിയോ, രാജേഷിന് ശരിക്കും അത് ചെയ്യാൻ അറിയില്ല. അപ്പോൾ അത് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു ഇത് ചെയ്യാൻ അറിയില്ലല്ലോ, ഇത് പഠിക്കാൻ. പക്ഷെ എനിക്കൊക്കെ അറിയാം, ഇത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ സംഭവം, പ്രോസസ്സ് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് കണ്ടിട്ടില്ലല്ലേ ഇങ്ങനെ മുടി തുടച്ചു കൊടുക്കുന്നത്. അങ്ങനെയൊന്നും നമ്മൾ അങ്ങനെ ഇതാക്കുന്നില്ല. അന്ന് എന്തോ ഒരു ഓണപരിപാടിക്ക് ഡ്രസ് ചേഞ്ച് ചെയ്തു. എനിക്ക് നമുക്ക് ബ്ലൗസ് ഇട്ടിട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞത് തുടച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ തുടച്ചു തന്നു. പക്ഷെ മര്യാദക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, നല്ല ക്യൂട്ടായിരുന്നു. ഇത് ക്യൂട്ട്നെസ് ഒക്കെ കാണിക്കുമ്പോഴും നിങ്ങൾ അടി കൂടുന്നൊന്നും കാണിക്കുന്നില്ലല്ലോ, അതെന്താ അങ്ങനെ? നമ്മളെപ്പോഴും പോസിറ്റീവ് കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. നെഗറ്റീവ് നമ്മൾ സ്പ്രെഡ് ചെയ്യേണ്ട കാര്യം. അടിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയും. ഈ വീഡിയോയുടെ ഇടയിൽ അടിയൊന്നും കൂടൂലേ? വീഡിയോയുടെ അങ്ങനെ അടിയല്ല, ചെറിയ വഴക്കില്ലാത്ത കുഞ്ഞു വഴക്കൊക്കെ കൂടും, അപ്പൊ തന്നെ തീരും. അല്ലാതെ അങ്ങനെ വലിയ പ്രശ്നം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. അത് ശരിക്കും അമ്മയാണ് പറയണ്ട. അമ്മ ഇവർക്കിടയിലുള്ള അടിയൊക്കെ കട്ട് ചെയ്ത് കളയൂല്ലേ, സെൻസർ ചെയ്യൂലേ? അങ്ങനെയൊന്നും വലിയ അടിയൊന്നുമില്ല, ചെറിയ അടി. അങ്ങനെ പറയത്തില്ല. ആണോ? അങ്ങനൊന്നുമില്ല, പറയത്തില്ല എന്ന് പറഞ്ഞു. അല്ലേ അല്ലേ മമ്മി, പറയത്തില്ലല്ലേ? ഹാപ്പി അല്ലേ മോനെ? ഓ ഹാപ്പി മാം. നമുക്കൊരു പോസിറ്റീവ് അതുകൊണ്ട് ഒന്നും നെഗറ്റീവായിട്ട് പറയില്ല. അതേ ചെറിയ ചെറിയ കുഞ്ഞു വീഡിയോസ് ആണ് ഇട്ട് തുടങ്ങിയത്, കേൾക്കണ്ടായിരുന്നു? കുഞ്ഞതല്ല, നമ്മള് ഷോർട്സ് നമ്മൾ ഇടാൻ തുടങ്ങിയത് UK വന്നിട്ടാണ്. ഇൻസ്റ്റയിലാണോ ശരിക്കും തുടങ്ങിയത്? യൂട്യൂബിലാണോ ശരിക്കും? തുടങ്ങിയത് യൂട്യൂബിലാണ്. അത് തുടങ്ങിയിട്ട് ഇപ്പൊ 4-5 വർഷമായി. ഇസ്രായേലിലുള്ളപ്പോ തന്നെ തുടങ്ങിയ അവിടെ ഇരുന്നപ്പോ ചുമ്മാ രസത്തിന് തുടങ്ങിയതാണ്. നമ്മുടെ ഒരു ബേസിക് നമ്മുടെ അവിടുത്തെ പ്രഷറാണ്. അവിടെ ഞാൻ ഇതുപോലെ ഇൻഫർമേഷൻ ലൈവ് വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട്. UK വന്നിട്ട് ചെയ്യത്തില്ല, കാരണം നമ്മൾ പുതുതായിട്ട് പോകുമ്പോൾ നമുക്ക് സ്ഥലം അറിയത്തില്ല. നമ്മൾ റോങ് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് പിന്നെ അത് നമുക്ക് നെഗറ്റീവ് ആവും. അതുകൊണ്ട് നമ്മൾ ആ UK വന്നിട്ട് ആ ഇൻഫർമേഷൻ പരിപാടിയൊക്കെ നിർത്തി. ഈ ഇസ്രായേലിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു ആൾക്കാരോടുള്ള പരിചയവും എനിക്ക് ആ ഓരോ ഇൻഫർമേഷൻ കിട്ടുന്ന സോഴ്സും വെച്ചിട്ട് നമ്മൾ ലൈവ് വീഡിയോകൾ ഇടുമായിരുന്നു. അപ്പൊ നമുക്ക് അതിലൊരു അവിടെയുള്ള ആൾക്കാർ തന്നെ ഒരു ബേസ് ഗ്രൂപ്പ് നമ്മളെ ഫാമിലി എല്ലാ ആൾക്കാരും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവര് നമ്മൾ പിന്നെ UK വന്നിട്ടാണെങ്കിലും ആ സ്നേഹം ഒരു ബേസ് അവർ നമ്മളോട് കാണിച്ചിട്ടുണ്ട്. അപ്പം മറ്റുള്ള ആൾക്കാരിലേക്ക് ഇത് സ്പ്രെഡായി. ഈ സൗദിയിൽ നിന്ന് ഇപ്പൊ UK ജോലി ചെയ്യുന്നുണ്ടോ? രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ജോലി വിട്ടിട്ട് UK പോയി താമസിക്കാൻ തീരുമാനിച്ചതാണ്. ഇല്ല, ജോലി ഇവിടത്തെ ജോലി വിട്ടിട്ട് UK പോയി, പിന്നെ അവിടെ ജോലി ഫാമിലിയായിട്ട് നിൽക്കണമെന്നുള്ള ആഗ്രഹത്തിൽ പോയതാണ്. നമ്മള് ഇസ്രായേലില് കുഞ്ഞിവിടെ മമ്മിയുടെ കൂടെ ആയിരുന്നു. അപ്പൊ നമ്മൾ 3 പേരും 3 സ്ഥലത്ത്, ഒരു ഫാമിലി ലൈഫ് ഇല്ല. അപ്പൊ നമ്മള് ഈ യൂറോപ്പ് കൺട്രിയിലോട്ട് എല്ലാ ആൾക്കാരും പോകുന്ന ഒരു ഫാമിലി ലൈഫ് നല്ലതാവണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് പോകുന്നത്. മിഡിൽ ഈസ്റ്റില് ഫാമിലിയായിട്ട് താമസിക്കുന്നുണ്ട്, എന്നാലും ഇവിടെ സൗദിയിൽ ഇച്ചിരി ഉള്ള ഏരിയയിലായിരുന്നു. സ്കൂളൊന്നും അങ്ങനെ നമുക്ക് അവനെ കൊണ്ടായാലും സ്കൂളൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ അവിടെ അറബിക് സ്കൂളൊക്കെ ഉള്ളു, പിന്നെ ഇന്ത്യൻ സ്കൂളൊക്കെ റിയാദ അങ്ങനത്തെ ഏരിയയിലല്ലോ. പിന്നെ ഓപ്ഷൻ ഇല്ല നമുക്ക് കൊണ്ടുപോകാൻ, അതുകൊണ്ട് അങ്ങോട്ടേക്ക് മാറും. അതേപോലെ ഈ കമന്റ്സ് ഒക്കെ വരുന്നത് വായിക്കാറുണ്ടോ? എങ്ങനെയാണ്? റിപ്ലൈ കൊടുക്കാറുണ്ടോ? അങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ നെഗറ്റീവിന് അങ്ങനെ വലുതായിട്ട് കൊടുക്കാറില്ല. നെഗറ്റീവ്സ് ഒക്കെ വരാറുണ്ടോ നിങ്ങളിൽ? നമുക്ക് മമ്മിയുടെ മൈൻഡ്, ചേട്ടന്റെ മൈൻഡ്, പലരുടെയും പല അഭിപ്രായം. ഇടയ്ക്കിടയ്ക്ക് അവരുടെ അഭിപ്രായം പറയുന്നു. ഒരുപാട് നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊന്നെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്താളെ. നെഗറ്റീവ്സ് നമുക്ക് കൂടാം. പോസിറ്റീവ് കമന്റ്സ് എന്തൊക്കെയാണ് വരുന്നത്? ഒത്തിരി നല്ല, ഒരുപാട് പേര് നല്ല എന്താ അവർക്ക് ഇഷ്ടപ്പെടുന്ന സംഭവം എന്തൊക്കെയാ പറയും?
എന്താണെന്ന് അറിയില്ല. ചിലവര് ഇങ്ങനെ കമന്റ് അയക്കും, സ്വന്തം മോളെ പോലെ തോന്നാറുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ ഒരാളെ പോലെ നിങ്ങളെ തോന്നാറുണ്ട്. നമ്മളിപ്പോ പുറത്തു പോയപ്പോഴാണെങ്കിൽ കുറെ പേരെ കണ്ടു, അപ്പൊ ഓടി വന്ന് സംസാരിക്കും, വേറെ ഒരാളെ കാണുന്ന പോലെ ഇല്ല, നിങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരാളെ കാണുന്ന പോലെ. പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ല, എനിക്കും വരുമ്പോൾ ഫെമിലിയർ ആണ്, നിങ്ങൾ മുഖം പരിചയമുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചിരിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്താ വെച്ചാൽ കാണുന്നവരാണല്ലോ എന്നുള്ളത്. ഡെയിലി നമ്മൾ ബ്ലോഗ് വീഡിയോ, ചെറിയൊരു വീഡിയോ ആണെങ്കിൽ ഡെയിലി വീഡിയോ ഇടുന്നതുകൊണ്ട് നമ്മളൊരു വീട്ടിലെ ആളെ പോലെയാണ്. മനസ്സിലായി? നമ്മളിപ്പോ ഒരു വീട്ടിലെ ഒരാള് എന്നും മിസ് ചെയ്യാതെ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്കൊരു സാധാരണ ഒരു വീട്ടിലെ അംഗത്തെ പോലെയാണ് മിക്ക ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അവിടെ UK യിലാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന് പോവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളാണോ നമ്മുടെ വീട്ടിലെ ഒരാളെ പോലുള്ള ഒരു അക്സെപ്റ്റൻസ് കൂടുതലാണ്. ഇന്ന കാര്യങ്ങൾ കാണിക്കാൻ പാടുള്ളൂ പാടില്ല എന്നൊക്കെ നിങ്ങളുടെ മനസ്സിനകത്തൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോ നമ്മുടെ കുഞ്ഞിനെ കാണുന്ന ഒരുപാട് പേര്, കുഞ്ഞ് ജനിച്ചത് മുതൽ വീഡിയോ വേറൊരു ശുങ്കുവിനെ കാണുന്നവർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് വന്നിട്ട് ശുങ്കുവിനെ ഭയങ്കര ഇഷ്ടമാ എന്ന് പറഞ്ഞ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്, കുഞ്ഞു പിള്ളേർക്ക്. അപ്പൊ അങ്ങനെ, പക്ഷെ അവനെ വീഡിയോയിലൊന്നും കിട്ടത്തില്ല, ഇങ്ങനെ നടക്കും ഇടയ്ക്ക്. അതുകൊണ്ട് അവൻ ഇപ്പൊ ഈയിടെയായിട്ട് വീഡിയോയിൽ ഒട്ടും കിട്ടാറില്ല. പക്ഷെ UK സ്കൂൾ ജോയിനിങ്ങിനൊക്കെ കുറെ പേര് അഭിപ്രായമൊക്കെ പറഞ്ഞിരിക്കുന്നത് അവനിപ്പോ അവിടെ ഇഷ്ടം. ഇവിടത്തെ പോലെ സ്കൂളിലെ പോലെ ആ ഒരു പ്രഷർ ഇല്ലല്ലോ അവർക്ക്, പഠിക്ക് അങ്ങനെ വേറൊരു ടൈപ്പ്. വീട്ടിൽ വന്ന് പഠിക്കാനൊന്നുമില്ല, ബുക്സ് കൊണ്ടുവരാനില്ല, ഒന്നുമില്ല. അപ്പൊ അതിൻ്റെതായ അവിടെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട് വരുന്നത്. നിങ്ങൾക്ക് അവിടെ നിൽക്കുന്ന സമയത്ത് നാടിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവുമല്ലോ. അതുപോലെ ശരിക്കും നാട് എന്തായിട്ട് എങ്ങനെയാണ് നാട്ടിലേക്ക് ഓടി വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും? നമ്മളിപ്പോ പോയിട്ട് വലിയ ഞങ്ങളിപ്പോ 2.5-3 വർഷം ആവുന്നുള്ളൂ. മറ്റേ 10-15 വർഷം അത്രയൊക്കെ ഇതില്ലേ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരുന്നതുകൊണ്ട് അമ്മയെ കൊണ്ടുപോകാൻ പറ്റി, അതുകൊണ്ട് ഫാമിലി ഇവിടെ ഉണ്ട്. ഫാമിലി നമ്മുടെ കൂടെ അനിയനുണ്ട്, എല്ലാരും ഉണ്ടായിട്ട് നമുക്ക് വലിയ മിസ്സിങ് വരുന്നില്ല. എന്നാലും നാട്ടിലെ കൂട്ടുകാര്, വീട്, നാട്, അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് കൂട്ടുകാരൊക്കെ വന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, കുടുംബമാണ് വലിയ സംഭവം, നമ്മൾ കാശൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാം. സത്യമാണോ ഈ പറയുന്നേ? ഫാമിലിക്ക് വേണ്ടി കൂട്ടുകാരെ കാണുമ്പോ പോവോ ഫാമിലി ഇട്ടിട്ട്? അങ്ങനെയൊന്നുമല്ല, കൂട്ടുകാരുടെ കൂടെ പോവും. അത് ഇവിടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. അവിടെ ആണെങ്കിലും നല്ല കുറച്ച് ഫ്രണ്ട്സിന്റെ ഒരു സർക്കിൾ ഉണ്ട്. 5 വഴക്കൊന്നും ഉണ്ടാക്കില്ല. എനിക്ക് കല്യാണം കഴിഞ്ഞ ആ ഒരിടയ്ക്കൊക്കെ മീൻസ് എപ്പോഴും കൂട്ടുകാരുടെ കൂടെ ഒക്കെ ഞാൻ പറയുമായിരുന്നു. അന്നേരം നമുക്ക് അത്രയും പക്വതയില്ല. ഇപ്പം പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതി ഒന്നുമില്ല. ഫ്രണ്ട്സ് അതൊരു സൈഡ്, ഫാമിലി വേറൊരു സൈഡ്. അങ്ങനെ നമ്മള് എനിക്കൊന്ന് കൂടുതലും നമ്മള് ഫാമിലി എല്ലാരും കൂടി, ഫ്രണ്ട്സ് കൂടുമ്പോ ഫാമിലി എല്ലാരും കൂടി കൂടുന്നു. അപ്പൊ അവരെല്ലാരും ഒരു സൈഡ്, നമ്മള് പെൺപിള്ളങ്ങളെല്ലാം കൂടി ഇരിക്കും. അപ്പൊ ആ ഒരു ഫീലിങ്സ് വരുന്നില്ല. പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ 10-25 വയസ്സൊക്കെ അന്നേരത്തെ ചിന്താഗതിയല്ലേ. ഇപ്പൊ ഒരുപാട് മാറിയില്ലോ. ആ രഹസ്യം വീഡിയോയിലൊന്നും തപ്പിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ. ഉണ്ടല്ലേ? അത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ കഥ? ഞാൻ കേട്ടിട്ടില്ല. ആ കഥ കേൾക്കട്ടെ. ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. നിങ്ങള് സൂര്യകാന്തി പൂക്കൾക്കിടയിൽ 2 യുവമിഥുനങ്ങൾ ഒരാളെ കയ്യിൽ. അത് ഫോട്ടോഷൂട്ടാണോ? ലീവിന് വന്നപ്പോ വെറുതെ നമ്മള് കറങ്ങാൻ പോയപ്പോ വെറുതെ എടുത്തതാ. അതിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരി ആയിട്ടുണ്ട്. അവന് 2-3 വയസ്സൊക്കെ ഉണ്ട് അന്നേരം. ഇസ്രായേലിൽ വന്നപ്പോ എടുത്തത്. എങ്ങനെയായിരുന്നു കല്യാണം? പറയൂ. കല്യാണം ഞാന് കൽക്കട്ടയില് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ ഇവള് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേന് ഇവള് അവിടെ ജോയിൻ ചെയ്തു. പിന്നെ സംസാരിച്ച് 1-2 വർഷം ആരോടും പറയാതെ പ്രണയിച്ചു. പിന്നെ വീട്ടിൽ പറഞ്ഞു കല്യാണം. എങ്ങനെയാ വർത്താനം തുടങ്ങിയത്? എങ്ങനെയായിരുന്നു അഞ്ജു? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വർത്താനമല്ല, നമ്മള് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. എപ്പോഴും അങ്ങനെ ചോദിച്ചു. ഓക്കെ, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, ഇഷ്ടമാണ്, അങ്ങനെയല്ല ഇഷ്ടമാണ്, ഇങ്ങനെ പറഞ്ഞു. വീട്ടില് പറഞ്ഞു, വീട്ടില് ആലോചിക്കാൻ സമയമാവട്ടെ എന്ന് പറഞ്ഞു. കുഴപ്പമുണ്ടായില്ല. അല്ല, എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. കറക്റ്റ് കഥ പറയൂ. സീൻ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കണ്ടത് ഞാൻ അവിടെ ജോയിൻ ചെയ്തപ്പോ അവിടുത്തെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, എന്റെ സീനിയർ ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്നത്. ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു, ഭയങ്കര മീൻസ് അങ്ങനെയല്ല, ടെററായിരുന്നു. എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. പിന്നെ ആളെ പരിചയപ്പെട്ടു, കൂട്ടായി, എല്ലാവർക്കും നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അങ്ങനെ എങ്ങനെയോ അടുത്ത് അങ്ങനെ പോയപ്പോ ഒരു ദിവസം
ആ ദിവസം അങ്ങനെ അറിയത്തില്ല. രാജേഷാണോ ശരിക്കും ഇനിഷ്യേറ്റീവ് എടുത്തത്? നമ്മളത് എടുക്കണമല്ലോ, അതെ, നമുക്ക് ആവശ്യമായിട്ട് നമ്മൾ എടുക്കണമല്ലോ. എന്നിട്ട് എങ്ങനെയാ പോയി പറഞ്ഞേ? അങ്ങ് ഫോൺ വിളിച്ച് അവിടൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് മെസ്സേജ് ഫോൺ ഒരു 100 മെസ്സേജ് കാണാം, 100 മെസ്സേജ് തീരുന്നവരെ മെസ്സേജ് അയച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് രാത്രി 12 മണിയാകുമ്പോൾ വീണ്ടും 100 മെസ്സേജ് കിട്ടും. ആ മെസ്സേജ് വീണ്ടും കണ്ടിന്യൂ, അങ്ങനെ കണ്ടിന്യൂ കണ്ട് മെസ്സേജ് അയച്ച് ഒടുവിൽ ഞാൻ വർക്ക് ചെയ്ത ട്രാൻസ്പ്ലാന്റ് വാർഡിലായിരുന്നു, കിഡ്നി ട്രാൻസ്പ്ലാന്റ്. അവിടെ നമ്മൾ 3-4 ആൺപിള്ളേരേ ഉള്ളൂ, 10 ബാക്കിയെല്ലാം പെൺപിള്ളേരാണ്. അതിൻ്റെതായ കുശുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയോ അങ്ങ് വന്നുപോയി.